കൊച്ചി തമ്മനത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടിയിരുന്നു. അപ്പോൾ അതിന്റെ സാങ്കേതിക തകരാറെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. ഉമേഷ്, അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി പമ്പിംഗ് പുനരാരംഭിച്ചു അല്ലേ? അതെ, അത് വളരെ ആശ്വാസകരമായ വിവരമാണ്. ഞാൻ ആ സ്ഥലത്താണുള്ളത്. ഈ തമ്മനത്ത് ഇന്നലെ വൈകിട്ട് 5:30-ഓടെയാണ് ഈ തമ്മനം പാലാരിവട്ടം റോഡിൽ ഈ കാണുന്ന കുടിവെള്ള പൈപ്പ് പൊട്ടി വൻതോതിൽ വെള്ളം കുത്തിയൊലിച്ചത്. ഈ ദൃശ്യങ്ങൾ കാണാൻ വലിയ പൈപ്പാണ്, വളരെ ശക്തിയായാണ് ഇതിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതിലൊരു പൊട്ടലുണ്ടായാൽ വളരെ ശക്തമായ മുകളിലേക്ക് വെള്ളം കുതിച്ചൊഴുകും. അതിൻ്റെ ഭാഗമായാണ് ഈ വലിയ ഗർത്തം രൂപപ്പെട്ടത്. ഈ പൈപ്പും അതിന് ചുറ്റുമുള്ള വലിയ ഗർത്തവും നമുക്ക് കാണാം. ഈ റോഡൊക്കെ പൊട്ടിയൊഴുകി വലിയ ഗർത്തം ഇവിടെ രൂപപ്പെടുകയായിരുന്നു. ഈ കാണുന്ന സ്ഥലത്തൊക്കെ വെള്ളം പരന്നൊഴുകി ഒരു സാഹചര്യം ഉണ്ടായി. വിവരമറിഞ്ഞ് ഇന്നലെ തന്നെ പോലീസും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥലത്തെത്തി. ഇതിൽ ആദ്യ നടപടി എന്നുള്ള നിലയിൽ ഈ സ്ഥലത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ രണ്ട് വശത്തും ഗതാഗതത്തിനായി ഇത് വഴി അടച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഗതാഗതം നിയന്ത്രിച്ചു. അതിനുശേഷം ഇന്നലെ മുതൽ തന്നെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറ്റകുറ്റപ്പണികൾ നടത്തി. അവർ ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തി ഇതിൻ്റെ വാൽവിലെ ചോർച്ച, ഈ പമ്പിംഗ് ആദ്യം നിർത്തിവെച്ചു. അതിനുശേഷം ഈ ചോർച്ച അതിൻ്റെ തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ മുന്നോട്ട് നീക്കി. അതിനുശേഷം ഇന്നലെ രാത്രിയോടെ തന്നെ ഇതിൻ്റെ തകരാർ പരിഹരിച്ച ഈ പൈപ്പ് തൽക്കാലത്തേക്ക് ആ പൊട്ടിയ ഭാഗം മാറ്റി ഘടിപ്പിച്ച് ആ ചോർച്ച പൂർണ്ണമായും ഒഴിവാക്കുന്ന തരത്തിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുകയായിരുന്നു. ഈ സ്വാഭാവികമായി ഇത്രയും വലിയൊരു പൈപ്പ് ലൈനാണ്. അതുകൊണ്ട് പലയിടങ്ങളിലും കുടിവെള്ള വിതരണം ഇന്നലെയൊക്കെ തടസ്സപ്പെട്ടു. ഈ പറയുന്ന ഈ തമ്മനത്തും പാലാരിവട്ടത്തും ചേരാനല്ലൂർ അങ്ങനെ മറ്റ് ദിക്കുകളിലേക്കൊക്കെയുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. ആലുവയിൽ നിന്ന് ഈ തമ്മനത്തെ പമ്പ് ഹൗസിലേക്ക് എത്തിക്കുന്ന ഈ കുടിവെള്ള പൈപ്പിലാണ് 700 mm പൈപ്പാണ്. അതിനാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ അടിയന്തരമായി ഈ അറ്റകുറ്റപ്പണി നടത്തി അത് പൂർത്തിയാക്കിയത്. നിലവിൽ നേരിയ തോതിലാണ് ഇതിൽ പമ്പിംഗ് തുടങ്ങിയിട്ടുള്ളത്. ഇത് പൂർണ്ണ തോതിൽ ഫുൾ പ്രഷറിൽ ആ വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കാരണം അത് ചെറിയ തോതിൽ ഇങ്ങനെ വെള്ളം കുറേശ്ശെയായി ഒഴുക്കി വിട്ടുകൊണ്ട് അതിന് തകരാറില്ല എന്ന് കാണുമ്പോൾ പതിയെ ക്രമേണ അത് ശക്തിയായ രീതിയിൽ വെള്ളം പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ സമീപ പ്രദേശങ്ങളിൽ ഉള്ളവർക്കൊക്കെ വെള്ളം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഇവിടെയുള്ളവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഈ തകരാർ പരിഹരിച്ചിട്ടുണ്ട്. ഇനിയൊരു പ്രശ്നമുള്ളത് ഈ ഭാഗത്ത് റോഡ് സാധാരണ നിലയിലാക്കുക എന്നുള്ളതാണ്. അതല്പം ശ്രമകരമാണ്. ആ പണികൾ ഇന്ന് തന്നെ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷമായിരിക്കും ഇതിലൂടെയുള്ള ഗതാഗതം സാധാരണ നിലയിലാവുകയുള്ളൂ. ഏതായാലും കുടിവെള്ള പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹരിച്ചിട്ടുണ്ട്. കാവ്യ, ഈ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം വലിയ ആശ്വാസമാണ് എന്നുള്ളത് നഗരവാസികൾക്ക് അത് അറിയാവുന്ന കാര്യമേ ഉള്ളൂ. തീർച്ചയായിട്ടും വലിയൊരു ആശ്വാസത്തിൻ്റെ വാർത്ത രാവിലെ എത്തിച്ച ഉമേഷ് ഏട്ടനോട് ഗുഡ് മോർണിംഗ് പറയണം, ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം എന്നതാണ് അനശ്വര പറയുന്നത്. ഉമേഷ് തന്നെ ഒരിക്കൽ ഗുഡ് മോർണിംഗ് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഈ വലിയ സീരിയസ് വാർത്തകളൊക്കെയായി രാവിലെ എത്തുന്നതുകൊണ്ട് കാഷ്വൽ ചാറ്റിനൊന്നും ഒരവസരം കിട്ടാറില്ല എന്നുള്ളത്. അപ്പോൾ അന്വേഷിക്കുന്ന പ്രേക്ഷകരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകൂ. തീർച്ചയായും അനശ്വരയ്ക്ക് തിരിച്ച് ഗുഡ് മോർണിംഗ് പറയുന്നു. ആശ്വാസത്തിൻ്റെ വാർത്ത രാവിലെ കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ഈ ഘട്ടത്തിൽ പറയുന്നു. ഇത്തരം വാർത്തകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഈ ഗൗരവതരമായ വാർത്തകളിൽ നിന്ന് മാറി എല്ലാ ദിവസവും ഇങ്ങനെ ആശ്വാസത്തിൻ്റെ വാർത്തകൾ ലോകത്തെ അറിയിക്കാൻ തന്നെയാണ് ഓരോ മാധ്യമപ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. അതുണ്ടാകട്ടെ. അനശ്വര ആശംസിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ശരി ഉമേഷ്, താങ്ക് യു സോ മച്ച്. എന്തായാലും പ്രേക്ഷകരോട് അങ്ങനെ ഗൗരവത്തിൽ വാർത്തകൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഉമേഷ് എല്ലാവരെയും അന്വേഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊച്ചിയിൽ നിന്നും ഈ കുടിവെള്ള പൈപ്പിൻ്റെ എല്ലാവിധമായ പ്രശ്നങ്ങളും പരിഹരിച്ചു. അത് ഉമേഷ് പറഞ്ഞ പോലെ ആശ്വാസമാണ്. നഗരവാസികൾക്കൊക്കെയും അറിയാം ഒരു ദിവസം ഈ കുടിവെള്ളം മുടങ്ങിയാലത്തെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെയും ഏറ്റവും അടിയന്തരമായ പരിഗണന നൽകിക്കൊണ്ട് പരിഹരിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഇന്ന് തമ്മനം നിവാസികൾക്കൊന്നും വേണ്ട എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.